ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് താമരയും പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നമ്മൾ താമരയ്ക്കൊക്കെ വരച്ച് കൊടുക്കും പോലെ വരച്ചെടുത്തിട്ട് അതിനകം ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ടിയർ ഡ്രോപ്സ് പോലെ ഇങ്ങനെ കൊണ്ടുവന്ന് നീളത്തിൽ ഇതുപോലെ കൊണ്ടുവരിക കേട്ടോ. ഇതുപോലെ നമുക്ക് എത്ര പെറ്റൽസ് വേണമെങ്കിലും സൈഡുകളിൽ ചെയ്തെടുക്കാം. എന്നിട്ട് കണ്ടില്ലേ, അതിൻ്റെ സൈഡൊന്ന് മുനമ്പാക്കി കൊടുക്കുക. ഇനി 3 വൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തേത് ഇതുപോലെ ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഔട്ട്ലൈനുകൾ ഇങ്ങനെ വരച്ചെടുക്കുക കേട്ടോ. ഈ ഔട്ട്ലൈനുകൾ നമ്മൾ താമരയ്ക്കൊക്കെ വരയ്ക്കും പോലെ ഔട്ട്ലൈൻ ഇങ്ങനെ വരച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇതും ഔട്ട്ലൈൻ വരച്ചിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. കുറച്ച് വെറൈറ്റി ആണെന്ന് മാത്രം. ഇനി അടുത്ത ഫ്ലവർ ചെയ്യാനായിട്ട് ആദ്യം ഇതുപോലെ 2 എണ്ണം ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. നമ്മൾ നേരത്തെ ഒരു നടുക്ക് വരച്ചെടുത്തില്ലേ, അതുപോലെ തന്നെയാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. 3 സ്ക്വയർസ് വരച്ചു കൊടുക്കുക. കണ്ടില്ലേ, സ്ക്വയറൊക്കെ വന്നത് നമുക്ക് പഠിക്കാൻ. അപ്പോൾ അതിൻ്റെ സൈഡുകളിലായിട്ട് പെറ്റൽസ് ഇങ്ങനെ ഇതുപോലത്തെ ഔട്ട്ലൈൻ പെറ്റൽസ് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് കണ്ടില്ലേ, ആ പെറ്റൽസിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഇതുപോലെ സ്ക്വയേഴ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ സൈഡിലായിട്ട് വരുന്ന ഔട്ട്ലൈനുകളെല്ലാം ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇനി 5ാമത്തെ ചെയ്യുമ്പോൾ കുറച്ച് വലുതായിട്ടാണ് കേട്ടോ ഔട്ട്ലൈനൊക്കെ കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് കണ്ടില്ലേ, ഇതുപോലെ അതിൻ്റെ അകത്തായിട്ട് വേറൊരു ഔട്ട്ലൈനും കൂടെ കൊടുക്കണം. അതായത് നമ്മൾ തിക്ക് ലൈൻ എങ്ങനെയാണ് പഠിച്ചത്, 2 ലൈൻസ് ഇട്ടിട്ടല്ലേ, അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് കണ്ടില്ലേ, അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. തിക്ക് ലൈൻ പോലെ തന്നെയാണ്, ഇങ്ങനെയാണ് ഔട്ട്ലൈൻ തിക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ കൂടുതലായും. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. ഇനി 6ാമതായിട്ടും കുറച്ച് വലുതായിട്ടാണ് വരയ്ക്കുന്നത്. അതിൻ്റെ അകത്തും ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ചെറിയ ചെറിയ വരകൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ആ വരച്ചിരിക്കുന്ന ആ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതിൻ്റെയൊക്കെ നടുവിലായിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഏതൊരു ഫ്ലവറും ഇങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം കേട്ടോ. ഇനി അടുത്തത് ഔട്ട്ലൈനാണ് വരച്ചെടുക്കുന്നത്.
അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. താഴെ ചെയ്യുമ്പോൾ ലീഫ് പോലെയാണ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ആ ഒരു ഭാഗം മൊത്തത്തിലങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു താമരയും ആ ഒരു താമരയുടെ ഒരു മൊട്ടും പിന്നെ കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന താമരയും അങ്ങനെയുള്ള രീതിയിലേക്ക് വരച്ച് നോക്കാം കേട്ടോ. ആദ്യം താമര എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ വരച്ചിട്ട് സ്റ്റെമ്മ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെമ്മ് വരച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് താമരയ്ക്കൊക്കെ കൊടുക്കുന്നത് പോലെ കൊടുത്തിട്ട് 2 വര കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും ചെറുതായി ഒന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലീഫുകളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 9ാമതായിട്ട് നമ്മൾ ഓർക്കിഡാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ഒരു പെറ്റലിൻ്റെ ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. എങ്ങനെ വരച്ചെടുക്കുന്നത്, പെറ്റലൊന്ന് മടങ്ങിയിരിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയാണ്. 5 എണ്ണമാണ് നമ്മളവിടെ പെറ്റൽസുകൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൈഡുകളിലായിട്ടൊക്കെ ഷെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഔട്ട്ലൈനുകളൊന്ന് ഡാർക്ക് ചെയ്തും കൂടെ കൊടുക്കണം. ഇനി ഇതിൻ്റെ മുട്ടും കൂടെ വരയ്ക്കുന്ന രീതിയും കൂടെ നമുക്ക് നോക്കാം. ആദ്യം ഒരു സ്റ്റെമ്മ് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് 2 വേവ് ലൈൻ പോലെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതുപോലെ പെറ്റൽസ് വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു കുടം പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗവും പിന്നെ പെറ്റൽസുകൾ മാത്രം ഷെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ലീഫും വരച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ റിയലിസ്റ്റിക് ഫ്ലവറിൽ ഉള്ള ഒരു ഫ്ലവറാണ് പഠിക്കുന്നത്. ഇത് കണ്ടാൽ നമുക്ക് ജെർബറയോ അങ്ങനെയുള്ള ഒരു ഫ്ലവറുകളായിട്ടൊക്കെ എടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഒരു ഇൻവിസിബിൾ റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. എന്നിട്ട് അതിന് മുകളിലായിട്ട് പെറ്റൽ വരയ്ക്കുമ്പോൾ നേരെ തന്നെ പെറ്റൽ വരച്ച് പോവുക. എന്നിട്ട് സൈഡുകളിൽ കണ്ടില്ലേ കുറച്ച് വളഞ്ഞിട്ടും ചരിഞ്ഞിട്ടും ഒക്കെ പെറ്റൽസ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നടുവേലായിട്ട് നമ്മൾ റൗണ്ട് വരച്ചിരിക്കുന്ന അവിടെ ഹംസും പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പെറ്റൽസുകൾ ജോയിൻ ചെയ്യാം. നമ്മൾ ഒരു ചരിഞ്ഞ് നിൽക്കുന്ന ഭാഗം പോലെയാണ് ഇത് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുകളിലുള്ള പെറ്റൽസ് എല്ലാം നേരെയും താഴെയുള്ള പെറ്റൽസ് എല്ലാം കുറച്ച് ചരിഞ്ഞിട്ടും വളഞ്ഞിട്ടൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കണ്ടോ ഇതുപോലെ ആ പെറ്റലുകളെല്ലാം ഒന്ന് മടങ്ങിയിരിക്കുന്ന രീതിയും കൂടെ ചെയ്യണം. അപ്പോൾ അവിടെ ഒന്നും ഷെയ്ഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള പെറ്റൽസുകളെല്ലാം ഷെയ്ഡ് ചെയ്യുമ്പോൾ കുത്തനെ ഷെയ്ഡ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ നടുവിലായിട്ട് വരുന്ന പെറ്റൽസുകളൊക്കെ ചെറുതായിട്ടൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഔട്ട്ലൈൻ ഒന്ന് വലുതായിട്ട് തന്നെ ഡാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ആ മടങ്ങി വരുന്ന പോലത്തെ 2 ലൈൻസ് വരച്ചിരിക്കുന്ന ആ പെറ്റൽസുകളൊന്നും ഷെയ്ഡ് ചെയ്തെടുക്കാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള മടങ്ങി നിൽക്കുന്ന രീതിയിലുള്ള പെറ്റൽസുകളാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. മുകളിൽ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലത്തെ പെറ്റൽസുകളൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴെ കൊടുക്കുന്നതെല്ലാം മടങ്ങി നിൽക്കുന്ന രീതിയിൽ, മുകളിൽ കൊടുക്കുന്നതെല്ലാം നേരെ നിവർന്ന് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മളത് സൈഡിൽ നിന്ന് നോക്കുന്ന രീതിയിലാണ് ഈ പെറ്റൽസുകളെല്ലാം ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ മടക്ക് വരുന്ന ഭാഗങ്ങളൊന്നും ഷെയ്ഡ് ചെയ്തെടുക്കരുത്, എങ്കിലാണ് ഒറിജിനാലിറ്റി തോന്നിക്കുള്ളൂ.
ഇനി അടുത്തതായിട്ട് ഓവൽ ഷേപ്പിലാണ് റൗണ്ട് വരച്ച് കൊടുക്കുന്നത്. അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് റൗണ്ട് വെച്ചിട്ട് നല്ല വലിയ റൗണ്ട് 2 വരച്ചെടുക്കുക. എന്നിട്ട് സൈഡിലായിട്ട് ചെറിയ ചെറിയ റൗണ്ട്സ് വരച്ച് കൊടുക്കുക. ഇതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ താഴെയായി വരുന്ന പെറ്റൽസുകളൊക്കെ ചെറുതായി ഒന്ന് മടങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പെറ്റൽസുകളെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ പെറ്റൽസ് വരയ്ക്കുമ്പോൾ കുറച്ച് വേവി ആയിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗം കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഔട്ട്ലൈൻ ഡാർക്കൻ ചെയ്യുമ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിച്ച് കൊണ്ടുവരിക. ഇനി അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഒരു മൊട്ട് പോലെയൊക്കെ വരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. ആദ്യം ഒരു പെറ്റൽ വരച്ച് സൈഡിലായി പെറ്റൽ വരച്ചിട്ട് ഇതുപോലെ അതിൻ്റെ താഴെയായിട്ട് 2 ചെറിയ പെറ്റൽസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വലിയ പെറ്റൽസുകളൊക്കെ വരച്ചെടുത്തിട്ട് മുകളിലായിട്ട് ചെറിയ റൗണ്ട് പോലെയൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഡാർക്കിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പെറ്റലുകളെല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കുറച്ച് വലിയ ഫ്ലവറാണ് വരയ്ക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കണ്ടില്ലേ, സൈഡിലായിട്ട് ഇതുപോലെ പെറ്റൽ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 3 പെറ്റൽ കൊണ്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇനി വലിയ പെറ്റൽസുകൾ വരച്ച് കൊടുക്കുക. സൈഡിലായിട്ടുള്ള പെറ്റൽസിനെ കണ്ടില്ലേ, ഇതുപോലെ ഒരു മടക്ക് വരുന്ന രീതിയാണ് ഇവിടെയും ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഷെയ്ഡ് ചെയ്തെടുത്ത് ഔട്ട്ലൈൻ ഡാർക്കിങ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു റൗണ്ട് വരച്ചെടുക്കുക. അതിനെ 4 ആക്കി പെറ്റൽസ് കൊണ്ട് പാർട്ടീഷൻ ചെയ്യുക. അതിൻ്റെ ഇടകളിലുള്ള ഭാഗത്തും എന്ത് ചെയ്യുക, പെറ്റൽസ് വരച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഭാഗം ഒരു ലവ് ഷേപ്പ് പെറ്റൽസ് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. ഈ സൈഡെല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കണം. പെറ്റൽസുകളെല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നടുവിലായിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പെറ്റലിൻ്റെ ആ ഒരു സൈഡുകളിലായിട്ട് ഇതുപോലെ ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കിനും കൂടെ ചെയ്തെടുക്കാം. ഇനി 16ാമതായിട്ട് ഒരു സൺഫ്ലവർ പോലെ വരുന്നതാണ് കേട്ടോ. അതിനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട്സുകൾ ഇട്ട് ഒരു റൗണ്ട് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് നമുക്ക് വലിയ ഷേപ്പൊന്നും വേണ്ട, അങ്ങ് കുറേ പെറ്റൽസുകളങ്ങ് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പെറ്റൽസുകൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് പെറ്റൽസുകളെല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇനി ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കൈൻ ചെയ്തെടുക്കാം. ഇനി 17ാമതായിട്ട് ഇതുപോലെ റൗണ്ടുകൾ വരച്ചെടുത്ത് ഒരു റൗണ്ട് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് 4 പെറ്റൽസ് കൊണ്ട് പാർട്ടീഷൻ ചെയ്തിട്ട് അതിൻ്റെ ഇടകളിലായിട്ട് പെറ്റൽസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടകളിലായിട്ട് കണ്ടോ ഇതുപോലെ 3 ലീവ്സ് കൊണ്ട് ഇങ്ങനെ പെറ്റൽസുകളാക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ പെറ്റൽസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം വരച്ച പെറ്റലും പിന്നെ ഇപ്പോൾ വരച്ച പെറ്റലും എല്ലാം ഒരേ ലെങ്ത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലാണ് കാണാൻ ഭംഗി. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.